എല്ലാവർക്കും ഹൃദയമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓപ്റ്റിക്സ് ആണ്. നമ്മൾ എടുക്കാൻ പോകുക. അതിനകത്ത് ഓപ്റ്റിക്സിനകത്ത് തന്നെ നമ്മൾ റേ ഓപ്റ്റിക്സ് ആണ് എടുക്കാൻ പോകുക. നമ്മൾ ശരിക്കും ഓർത്തോളണം, ഓപ്റ്റിക്സിനകത്ത് നമുക്കുള്ളത് റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിനകത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് റിഫ്ലക്ഷനും ഉണ്ട്, റിഫ്രാക്ഷനും ഉണ്ട്. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ രണ്ട് ടൈപ്പാണ്. ഒന്ന് റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ സർഫസ്, അതൊന്നുമില്ല. അത് കഴിഞ്ഞ് റിഫ്ലക്ഷൻ അറ്റ് കർവ്ഡ് സർഫസ്. അതുപോലെ തന്നെ റിഫ്രാക്ഷനും പ്ലെയിൻ സർഫസിലെ റിഫ്രാക്ഷനും കർവ്ഡ് സർഫസിലെ റിഫ്രാക്ഷനും. ഇതോടുകൂടി റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. പിന്നെ നമുക്കുള്ളത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് കഴിഞ്ഞ് വേ ഓപ്റ്റിക്സ്, ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അത് കഴിഞ്ഞ് നമുക്കുള്ളത് വേവ് ഓപ്റ്റിക്സ്. ഇത്രയും ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോൾ 1/4 ടോപ്പിക്ക് അങ്ങ് തീരും. നമ്മുടെ ടോട്ടൽ ഫിസിക്സിൻ്റെ 12th ഫിസിക്സിൻ്റെ 1/4 ടോപ്പിക്ക് നമ്മൾ ഇവിടെ കൊണ്ട് തീരും. ഇതത് പലതും നിങ്ങൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടി ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ റേ ഓപ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്ന റിഫ്ലക്ഷൻ്റെ കേസിൽ റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ സർഫസ്, അത് കഴിഞ്ഞ് കർവ്ഡ് സർഫസ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ റിഫ്ലക്ഷൻ നമുക്ക് തീർക്കണം. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കളയാം. നമുക്ക് ആദ്യമേ വേണ്ടുന്നത് റിഫ്ലക്ഷൻ. വാട്ട് ഈസ് റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റീബൗണ്ടിങ് ഓഫ് ലൈറ്റ് ഇൻ ടു ദ സെയിം മീഡിയം വെൻ ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ കൂടി വരുന്ന ലൈറ്റിനെ വേറൊരു മീഡിയത്തിൽ തട്ടിയിട്ട് തിരിച്ച് സെയിം മീഡിയത്തിലേക്ക് തന്നെ റീബൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. റീബൗണ്ടിങ് ഓഫ് ലൈറ്റ് ഇൻ ദ സെയിം മീഡിയം വെൻ ഇറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ അനദർ മീഡിയം. ഈ ലൈറ്റ് റേ വന്നിട്ട് ഈ ഒരു സർഫസിൽ വീഴുന്ന സമയത്ത് ആ പോയിന്റിലെ നോർമൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ. നോർമൽ മീൻസ് വരയ്ക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈന് നമ്മൾ പറയുന്നവരാണ് നോർമൽ. നോർമലും ഇൻസിഡന്റ് ലൈറ്റിനും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് ലൈറ്റിനും നോർമലിനും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ ഇതാണ് അടുത്ത ഈ പേജിൽ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിരിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ നമുക്ക് രണ്ട് ലോസ് ഉണ്ട്. വാട്ട് ആർ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ഫസ്റ്റ് ലോ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ മസ്റ്റ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒരു റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഐയുടെയും ആറിന്റെയും വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തെ ഇത് പറയുന്നത് ലോ പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും ഒരു പ്ലെയിനിൽ തന്നെ വരയ്ക്കണം. അവർ മൂന്നരും ഒരു പ്ലെയിനിലായിരിക്കണം. അല്ലാതെ നോർമൽ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇൻസിഡന്റ് ലൈറ്റും റിഫ്ലക്റ്റഡേയും ബോഡി കിടക്കുമ്പോൾ നോർമൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ പാടില്ല. ഇൻസിഡന്റ് ലൈറ്റ്, reflected light and normal at the point of incidence are lie in the same plane. ഇതാണ് ഡെഫിനിഷൻ. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്നത് പ്ലെയിൻ മിറർ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തീരും. നമുക്ക് റിഫ്ലക്ഷൻ ടു പ്ലെയിൻ സർഫസ് ഇപ്പോൾ തീരും. ഒരു പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. കുറച്ച് പ്രോപ്പർട്ടികളെ പഠിക്കുന്നു, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല. ഒരു പ്ലെയിൻ മിററിന്റെ കേസിൽ ഒരു 2-3-4 പ്രോപ്പർട്ടികൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്ന്, ഒരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഓബ്ജക്റ്റിനെ വെക്കുകയാണെങ്കിൽ, ആ ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് ഇവിടെ വന്ന് ഇടിച്ചതിന് ശേഷം റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് ലൈറ്റിനെയും ഡൈവേർജ് ചെയ്താണ് പോവുക. ഇവരെ നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ലൈറ്റിനെയും ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ഇമേജ് ഫോം ചെയ്തതായിട്ട് നമുക്ക് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം റിയൽ ആയിട്ട് മീറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ടു ലൈറ്റ് റേസ് ആർ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ഹിയർ. അപ്പൊ നമ്മളൊരു ഇമേജ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? റിഫ്ലക്ഷന്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാവരും കൂടി വന്ന് ഒരിടത്ത് വന്ന് റിയൽ ആയിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ഇമേജ് ആയിരിക്കും. അതല്ല, ലൈറ്റ് റേസ് മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വലി നമ്മൾ അങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിലും ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ ലൈറ്റ് റേസ് ഫ്രം എ റിഫ്ലക്റ്റഡ് സർഫസ് ഈസ് റിയലി കൺവേർജസ് അറ്റ് എ പോയിന്റ്, then the real image is formed at that point. If the light rays are appears to converge or appears to meet at a particular point, അങ്ങനെ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ഇമേജ് ആയിരിക്കും.
ഒരു പ്ലെയിൻ മിററിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഓബ്ജക്റ്റിൽ നിന്നിരുന്ന ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്തായിരിക്കും പോവുക. അപ്പോൾ ആ ലൈറ്റ് റേസിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ മീറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം ഇമേജ് ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ ഒരു പ്രോപ്പർട്ടി അതാണ്, ഇമേജ് ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ ഈസ് ആൾവേസ് വെർച്വൽ ഇമേജ്. ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ആൾവേസ് വെർച്വൽ ഇമേജ് ആയിരിക്കും. രണ്ടാമത്തത്, ഓബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് യു ഈസ് ആൾവേസ് ഈക്വൽ ടു വി. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും യൂണിറ്റി ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു വി ബൈ യു. അത് പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇമേജ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഓബ്ജക്റ്റ് ഹൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ യു എന്ന് എഴുതാം. വിയും യു ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ എപ്പോഴും യൂണിറ്റി ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇവന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഇവന്റെ പവർ എന്ന് പറയുന്നത് 1/4 ഫോക്കൽ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടികൾ പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടികളായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. ദാറ്റ് ഈസ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ആൾവേസ് വെർച്വൽ ഇമേജ്. Object distance is always equal to image distance. Magnification is always unity. Focal length is equal to infinity and power is equal to 0. ഇത്രയും പ്ലെയിൻ മിറർ. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ പഠിക്കും. അതോടുകൂടി റിഫ്ലക്ഷന്റെ പ്ലെയിൻ സർഫസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. രണ്ട് പ്ലെയിൻ മിററുകളെ എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ when two plane mirrors when they makes an angle theta degree with each other. വെക്കടൽ തീറ്റ ഡിഗ്രി. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഓബ്ജക്റ്റിനെ എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യും? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ ടു പ്ലെയിൻ മിറേഴ്സ് വെൻ ദേ മേക്സ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് ജനറലി നമുക്ക് എഴുതാം. 360 ഡിവൈഡഡ് ബൈ തീറ്റ. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിനകത്തുനിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? 360 ബൈ തീറ്റ ഇഫ് ആൻസർ ഈസ് ഓഡ്, ഒറ്റ നമ്പർ ആണെങ്കിൽ. എന്നാൽ n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ഇഫ് ആൻസർ ഈസ് ഈവൻ. എപ്പോഴും രണ്ട് പ്ലെയിൻ മിറർക്കിടയിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ എണ്ണം എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അത് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് when two mirrors makes an angle theta is equal to 120 degree. Then what is the number of images formed? Therefore, number of n is equal to 360 divided by 120. That is equal to 3 images. This is the answer. എന്നാൽ 60 ഡിഗ്രി ആണെന്ന് കരുതുക. തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെങ്കിൽ എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് കിട്ടുക. അങ്ങനെ വരികയാണെങ്കിൽ 1 മൈനസ് ചെയ്യുക. therefore ആൻസർ ഈസ് ഈക്വൽ ടു 5. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ആൻസർ ഈവൻ ആണെന്നുണ്ടെങ്കിൽ 1 മൈനസ് ചെയ്യണം, ഓഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻസർ. ഇത്രയും നമ്മൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് വെൻ ടു പ്ലെയിൻ മിറേഴ്സ് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി. നമുക്ക് ഇനി ഉള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, റിഫ്ലക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ്. സ്പെറിക്കൽ സർഫസിലെ റിഫ്ലക്ഷൻ. നമ്മൾ സ്പെറിക്കൽ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പിയറിന്റെ പാർട്ടായിട്ട് വരുന്നതിന് പറയുന്ന പേരാണ് സ്പെറിക്കൽ സർഫസ്. ഇത് നമ്മുടെ ഒരു സ്പിയർ ആണെന്ന് കരുതുക, ഹോളോ സ്പിയർ, ഒരു ഫുട്ബോൾ ആണെന്ന് കരുതുക. ഞാൻ അതിനെ ഇവിടെ വെച്ച് ഞാൻ എന്താ മുറിക്കുന്നു, ഇവിടെ വെച്ച് ഞാൻ രണ്ടായിട്ട് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ പാർട്ട് അങ്ങ് ഞാൻ എടുത്ത് കളയുകയാണ്. കളഞ്ഞതിന് ശേഷം മറ്റേ പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ സർഫസ്. ഇതിനെയാണ് നമ്മൾ സ്പെറിക്കൽ മിറർ എന്ന് പറയാം, ഈ പാർട്ട്. ബാക്കി അങ്ങ് പോയി. അപ്പൊ ഇത് നമ്മൾ ഏതുപോലെ ഇരിക്കും? നമ്മൾ സാധാരണ പറയുന്നത് നമ്മളൊരു ബോൾ ഐസ്ക്രീം മേടിച്ചിട്ട് അതിന്റെ അടപ്പ്, ഇങ്ങനെ ബോൾ ഐസ്ക്രീം ഇരിക്കും, അതിന്റെ അടപ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കർവ്ഡ് സർക്കുലാർ ഷേപ്പിലാണ് ഈ പാർട്ട് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കുലാർ ഷേപ്പിലായിരിക്കും. ഈ സർക്കുലാർ ഷേപ്പിന്റെ സെന്ററിന് നമ്മൾ പറയുന്ന പേരാണ് പോൾ. ജോമെട്രിക് സെന്ററിന് നമ്മൾ പറയുന്ന പേരാണ് പോൾ. അതായത് ഈ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് പോൾ. ഇത് ഏത് സ്പിയറിന്റെ പാർട്ടായിട്ടാണോ വരുന്നത്, ആ സ്പിയറിന്റെ സെന്ററിന് നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. കർവേച്ചറിന്റെ സെന്റർ.
സെൻട്രോ കർവേച്ചറും പോളും കൂടെ ചേർത്ത് വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി നമ്മൾ അറിയേണ്ടുന്നത് ഇതിന്റെ കേസിൽ നമ്മൾ ഈ സ്പെറിക്കൽ സർഫസിന്റെ കേസിൽ, ഇപ്പൊ ഇതൊരു സ്പെറിക്കൽ സർഫസ് ആണെങ്കിൽ ഇതിന്റെ കേസിൽ നമ്മൾ ഈ സൈഡിൽ നമ്മൾ സിൽവർ അല്ലെങ്കിൽ മെർക്കുറി കോട്ട് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഫ്രം ദ ഇന്നർ സർഫസ്. ദിസ് ഈസ് കാൾഡ് കോൺകേവ് മിറർ. അതല്ല, നമ്മൾ ഇന്നർ സർഫസിൽ നമ്മൾ മെർക്കുറി കോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഫ്രം ദ ഔട്ടർ സർഫസ്. ദിസ് ഈസ് കാൾഡ് കോൺവെക്സ് മിറർ. രണ്ട് ടൈപ്പ് മിറർ, കോൺകേവ് മിററും കോൺവെക്സ് മിററും. അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ തൽക്കാലം കോൺകേവ് മിററിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. കോൺകേവ് മിററിന്റെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് സർഫസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് കാൾഡ് പോൾ. ഇതാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും പോൾ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഇതൊരു കോൺകേവ് മിറർ ആണെന്ന് കരുതുക. ഇതിനകത്ത് ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുകയാണെങ്കിൽ ആ വന്നു വീഴുന്ന ലൈറ്റ് റേ പറയും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ഒബേ ചെയ്യണം? എവിടെയാണെങ്കിലും റിഫ്ലക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ നമുക്ക് ആംഗിൾ അറിയണം. ഈ ലൈറ്റ് വന്ന് വീഴുന്ന പോയിന്റിലെ നോർമൽ എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നും നമ്മൾ അങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ലൈനിന് പറയുന്ന പേരാണ് നോർമൽ. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ലൈറ്റ് റേ അത്രയും തന്നെ ആംഗിൾ ഇതായി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്തു പോകും. അപ്പൊ ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. മനസ്സിലാകുന്നുണ്ട്? ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ, നോർമൽ, ഇൻസിഡൻസ് ആംഗിൾ ആൻഡ് റിഫ്ലക്റ്റഡ് ആംഗിൾ. ഇവിടെ നമ്മുടെ ഫോക്കസിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഫോക്കസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാമോ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കുറെ ലൈറ്റ് റേസ് വന്നാൽ all these light rays are after reflection passes through a point on the principal axis. ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം ഏത് പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുമോ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. ഫോക്കസിൽ നിന്നും പോൾ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഓർക്കേണ്ടുന്ന കാര്യം, ഒരു കോൺകേവ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ഫോക്കസ് ആണ്. ബിക്കോസ് ഓൾ ദീസ് ലൈറ്റ് റേസ് ആർ റിയലി കൺവേർജസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. എല്ലാ ലൈറ്റ് റേസും റിഫ്ലക്ഷന് ശേഷം. അപ്പൊ ഒരു കോൺകേവ് മിററിന്റെ കേസിൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ഫോക്കസ് ആണ്. എന്നാൽ ഒരു കോൺവെക്സ് മിറർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് വീഴുന്ന പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് എല്ലാം റിഫ്ലക്ഷന് ശേഷം ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നത് കാണാം. ഇവർ വന്നിട്ട് എല്ലാവരും കൂടി മീറ്റ് ചെയ്യുമോ? മീറ്റ് ചെയ്യും. ഇവർ അകന്നകന്നു പോകും. അപ്പോൾ ഇവരെ ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ലൈറ്റ് റേസും ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. മാറ്റമില്ല. പ്രത്യേകത എന്താണ്? കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വെർച്വൽ ഫോക്കസ് ആണ്. ബിക്കോസ് ദീസ് ലൈറ്റ് റേസ് ആർ അപ്പിയേഴ്സ് ടു മീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ കോൺകേവ് മിററിന്റെ ഫോക്കസ് സെയിം സൈഡിൽ തന്നെയാണ്. ലൈറ്റ് റേസ് വരുന്ന അതേ സൈഡിലാണ്. കോൺവെക്സിൻ്റെത് അപ്പുറത്തെ സൈഡിലാണ്. ഇവന്റെ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ഫോക്കസ് ആണ്. കോൺവെക്സിൻ്റെത് എന്ന് പറയുന്നത് വെർച്വൽ ഫോക്കസുമാണ്. ഇതിന് നമ്മൾ അഗെയിൻ പറയുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഇത് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഇതും ഫോക്കൽ ലെങ്ത് തന്നെയാണ്. ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു ദ പോൾ ഈസ് കാൾഡ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഇത് ഫോക്കസ് അല്ലേ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ പാസ് ചെയ്തു പോകുന്നത് ഫോക്കസിലൂടെയാണ്. ഫോക്കസിനും പോളിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. ദെൻ എനി റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ആറും എഫുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമുക്കത് ഡിറൈവ് ചെയ്യണം. വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്? ആറും എഫും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. കൺസിഡർ, ശ്രദ്ധിച്ചോളുക. Consider a concave mirror of center of curvature C and pole P. Consider a light ray is incident parallel to the principal axis. The normal at this point, Q എന്ന് എടുക്കാം. ആ പോയിന്റിലെ നോർമൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സപ്പോസ് ഇറ്റ് ഈസ് തീറ്റ. തീറ്റ ഐ എന്ന് എടുക്കുന്നില്ല. സപ്പോസ് ഇറ്റ് ഈസ് തീറ്റ. ഈ ലൈറ്റ് റേ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. സെയിം ആംഗിളിൽ അവൻ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് ആൾസോ ഈക്വൽ ടു തീറ്റ.
ഐ ഈസ് ഈക്വൽ ടു ആർ, ദെയർഫോർ തീറ്റയും തീറ്റ ഈക്വൽ ആണ്. ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. സി മുതൽ പി വരെയുള്ളതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ക്യൂ എന്ന് പറയുന്ന ആർക്ക് നമ്മൾ എടുക്കുന്നു. സി പി ക്യൂ എന്ന് പറയുന്ന ഒരു ആർക്ക് എടുക്കുന്നു. എന്താ ആർക്കിന്റെ പ്രോപ്പർട്ടി? ലെങ്ത് ഓഫ് ദിസ് ആർക്ക് പി ക്യൂ, ലെങ്ത് ഓഫ് ദ ആർക്ക് പി ക്യൂ ഈസ് ഈക്വൽ ടു any one of the side, that is CP into angle between the sides. ഈ സൈഡും ഈ സൈഡിനും ഇടയിലുള്ള ആംഗിൾ. ഇത് തീറ്റയാണെങ്കിൽ this is also equal to തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. Therefore, length of the arc PQ is equal to CP into theta. That is equation number 1. സിമ്പിൾ ആണേ. ഇത് തീറ്റയും ഇത് തീറ്റയും ആണെങ്കിൽ this angle is equal to 2 theta. Opposite angle 2 theta. ഇത് 2 തീറ്റ ആണെങ്കിൽ ഫ്രം ദ ആർക്ക് എഫ് പി ക്യൂ, എഫ് പി ക്യൂ എന്ന് പറയുന്ന ആർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ആർക്ക് പി ക്യൂ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എനി വൺ ഓഫ് ദ സൈഡ് ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ്, ദാറ്റ് ഈസ് എഫ് പി ഇൻറ്റു 2 തീറ്റ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദീസ് ടു ഇക്വേഷൻസ് ആർ സെയിം, ലെങ്ത് പി ക്യൂ പി ക്യൂ. Therefore, CP into theta is equal to FP into 2 theta. തീറ്റ തീറ്റ ക്യാൻസൽ ആയിപ്പോയി. സി പി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 2 ഓർ ആർ ഈസ് ഈക്വൽ ടു 2f. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കലും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓരോ മിറർ, ഇത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും സെൻട്രോ കർവേച്ചറിന്റെയും പോളിന്റെയും കറക്റ്റ് മിഡ് പോയിന്റ് ആയിരിക്കണം ഫോക്കസ്. വേറെ കുറെ ഡൈവേർഷൻസ് ഉണ്ട്, ഇതിന്റെ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ആണ് നമ്മൾ സ്പെറിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നതിന്റെ കാരണം. അത് പിന്നീട് നമുക്ക് പഠിക്കാം. സ്പെറിക്കൽ അബറേഷൻ എന്തുകൊണ്ട്, എങ്ങനെ, അത് നമുക്ക് അവിടെ പഠിക്കാം. എന്തായാലും സി പിയുടെ നേരെ ഹാഫ് ആയിരിക്കും എഫ് പി. അതായത് ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ആർ ബൈ 2 ഓർ ആർ ഈസ് ഈക്വൽ ടു 2f. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. മനസ്സിലായല്ലോ? ശരി, നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നമുക്ക് റിലേഷൻ കഴിഞ്ഞു. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കലും തമ്മിലുള്ള റിലേഷൻ. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് എ ഇമേജ് ഫോർമേഷൻ. എങ്ങനെയാണ് നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുക? ഒരു ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് എന്താണ്? എങ്ങനെ ഇമേജ് ഫോം ചെയ്യണം? നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇമേജ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒരു ഓബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ്, ഒന്നിൽ കൂടുതൽ ലൈറ്റ് റേസ് വരാം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ നെറ്റിയിൽ നിന്നും ഈ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ലൈറ്റ് റേസ് വരുന്ന മറ്റു ലൈറ്റ് റേസ് എൻ്റെ ഇവിടെ വന്ന് വീണിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത്. ആ വരുന്ന ലൈറ്റ് റേസ് ഏതെങ്കിലും സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് ഏത് പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുമോ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും. അപ്പൊ ലൈറ്റ് റേസ് ഫ്രം ആൻ ഓബ്ജക്ട് ആഫ്റ്റർ റിഫ്ലക്ഷൻ converges to a point, then there is an image is formed. If the light rays are really converges, ആ ലൈറ്റ് റേസ് റിയൽ ആയിട്ട് വന്ന് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ദ ഇമേജ് ഫോംഡ് ഈസ് റിയൽ ഇമേജ്. ഓർ ദ ലൈറ്റ് റേസർ അപ്പിയേഴ്സ് ടു മീറ്റ്, വന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ദ ഇമേജ് ഫോംഡ് ഈസ് വെർച്വൽ ഇമേജ്. അതാണ് റിയലിന്റെയും വെർച്വലിന്റെയും കൺസെപ്റ്റ്. അതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോൺകേവ് മിററിന്റെ അല്ലെങ്കിൽ കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോം ചെയ്യിക്കാൻ നമ്മൾ 4 ലൈറ്റ് റേസിനെ കൺസിഡർ ചെയ്യണം. 4 ലൈറ്റ് റേസിൽ ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് ഇതാണ്, പ്രിൻസിപ്പൽ ആക്സിസിന്. അപ്പൊ ഇത് നമ്മുടെ ഒരു കോൺകേവ് മിറർ ആണെന്ന് കരുതുക. ഞാൻ 4 ലൈറ്റ് റേ പറയുന്നു. ഇത് ഫോക്കസ് ആണ്, ഇത് പോളാണ്, ഇതെന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഓബ്ജക്റ്റിൽ നിന്നും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു ലൈറ്റ് റേ വരികയാണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ആ ലൈറ്റ് റേ ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകണം. ഇങ്ങനെ ഒരു ലൈറ്റ് റേ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ലൈറ്റ് റേ, ഇപ്പൊ ഒരു ലൈറ്റ് റേ, സെക്കൻഡ് ലൈറ്റ് റേ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഫോക്കസിൽ കൂടി ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അവൻ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണം. പാരലായിട്ട് വരുന്നത് ഫോക്കസിലൂടെ പോകുമെങ്കിൽ ഫോക്കസിലൂടെ വരുന്നത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണം. സെക്കൻഡ് ലൈറ്റ് റേ. മൂന്നാമത്തെ ലൈറ്റ് റേ എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ ആ വരുന്ന ലൈറ്റ് റേ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകണം. എന്തുകൊണ്ടാ? ഇത് തന്നെയാണ് നോർമൽ. നോർമലിൽ കൂടി വരുന്ന ലൈറ്റ് റേ നോർമലിൽ കൂടി തിരിച്ചു പോകണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയതുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആയിരിക്കും. മൂന്നാമത്തെ ലൈറ്റ് റേ. നാലാമത്തെ ലൈറ്റ് റേ എന്ന് പറയുന്നത്
പോളിൽ വന്നൊരു ലൈറ്റ് റേ വീഴുകയാണെങ്കിൽ എത്ര ആംഗിളിൽ വന്ന് വീഴുമോ അത്രയും തന്നെ ആംഗിളിൽ റിഫ്ലക്ട് ചെയ്യുകയാണ്. കാരണം ഇതാണ് ആംഗിൾ ഓഫ് കാരണം ഇവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയാണ്. സെൻട്രോ കർവേച്ചറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ലൈനാണ് നോർമൽ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കണം? തീറ്റ. അപ്പോൾ 4 ലൈറ്റ് റേ നമ്മൾ പറഞ്ഞു. ഈ 4 ലൈറ്റ് റേയിൽ ഏതെങ്കിലും 2 ലൈറ്റ് റേ നമുക്ക് എടുത്താൽ എന്ത് ഫോം ചെയ്യിക്കാം? ഇമേജ് ഫോം ചെയ്യിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ എന്താ ഒരു ഇമേജ് ഫോർമേഷൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോളുക. ഒരു കോൺകേവ് മിറർ എടുത്തു. അത് വരയ്ക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നേക്കാം. കാരണം ഞാൻ ഒരു അളവില്ലാതെ ഞാൻ വരയ്ക്കുകയാണ്, മെഷർമെന്റ് ഒന്നും ഇല്ലാതെ വരയ്ക്കുകയാണ്. ഇത് പോളാണ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ ആണെന്ന് കരുതുക. അപ്പോൾ പോളിന്റെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആണ് ഫോക്കസ്. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഞാൻ എന്താ ഇവിടെ എടുത്തൊരു ഓബ്ജക്റ്റിനെ എടുത്ത് വെക്കുകയാണ്. ഇവിടെ ഒരു ഓബ്ജക്റ്റിനെ എടുത്ത് വെക്കുന്നു. OB എന്ന് പറയുന്ന ഒരു ഓബ്ജക്റ്റിനെ എടുത്ത് വെച്ചിരുന്നു. ഗോബി അല്ല, OB. ഇതിന്റെ ടോപ്പിൽ നിന്നും വരുന്ന ലൈറ്റ് റേ ഞാൻ എടുക്കുകയാണ്. ഒന്ന്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടൊരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അവൻ റിഫ്ലക്ഷന് ശേഷം എന്ത് ചെയ്യണം? ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകണം. ഇങ്ങനെ വരണം. ഇതൊക്കെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതിലേ പോകണം. ഒരു ലൈറ്റ് റേ ഇതാണ്. ഇനി രണ്ടാമത്തെ ലൈറ്റ് റേ ഏതാണ്? ഫോക്കസിൽ കൂടി വരുന്ന ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണം. ആ 2 ലൈറ്റ് റേയും ഇവിടെ വന്ന് മീറ്റ് ചെയ്തല്ലോ. ഇനി മൂന്നാമത്തെ ലൈറ്റ് റേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അത് നേരെ പൊക്കോണം. ഇതാണ് ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് എടുക്കുക. ആ വരുന്ന ലൈറ്റ് റേ അതിനെ തന്നെ തിരിച്ചു വരണം. ഈ വരുന്ന ലൈറ്റ് റേ അതിലേ തിരിച്ചു വരും. ഇനി പോളിലൂടെ ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്ന നാലാമത്തെ ലൈറ്റ് റേ എടുക്കുന്നു, അവൻ ഇതിലേ വരും. നോക്കിയേ, എല്ലാ ലൈറ്റ് റേസും ആ പോയിന്റ് തന്നെ അല്ലേടെ വന്ന് മീറ്റ് ചെയ്തത്. ഈ വരുന്ന ലൈറ്റ് റേ ദാ ഇതിലേ എത്തി, ഈ വരുന്ന ലൈറ്റ് റേ ഇതിലേ എത്തി, ഇതിലേ പോയ ലൈറ്റ് റേ ഇതിലേ വന്നു, ഇതിലേ പോയ ലൈറ്റ് റേ തിരിച്ചു വന്നു. എല്ലാവരും ഒരിടത്ത് തന്നെ എത്തും, അവിടെ ഒരു ഇമേജും ഫോം ചെയ്യും. ഇതിപ്പോ നമ്മൾ ഇത്രയും ലൈറ്റ് റേസ് വരയ്ക്കുമ്പോൾ ഈ ഫിഗർ അങ്ങ് മൊത്തത്തിൽ അതിന്റെ ഒരു രസമില്ലാതെയായി, നമുക്കൊരു ഒരു കാണാനൊരു സുഖമില്ലാതെയായി ഇത്രയും ലൈറ്റ് റേ. അപ്പൊ നമ്മൾ എന്ത് പറയും? വരുന്ന എല്ലാ ലൈറ്റ് റേസും റിഫ്ലക്ഷൻ ശേഷം ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ലൈറ്റ് റേസും എടുക്കേണ്ട 2 ലൈറ്റ് റേ, ഏതെങ്കിലും 2 ലൈറ്റ് റേ എടുത്താൽ മതി ഇമേജ് ഫോർമേഷന്. അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പൊ ഈ 2 ലൈറ്റ് റേ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും മതി. ഈ 2 ലൈറ്റ് റേയും എടുക്കുകയാണെങ്കിൽ ആ 2 ലൈറ്റ് റേ മതി ഇമേജ് ഫോം ചെയ്യാൻ. ഒത്തിരി ലൈറ്റ് റേ നമ്മൾ വരച്ച് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും 2 ലൈറ്റ് റേ എടുക്കുക, ഇമേജ് ഫോർമേഷൻ നടത്തുക. അപ്പൊ നമുക്കൊരു മിററിന്റെ കേസിൽ ഇമേജ് ഫോർമേഷൻ നടത്താൻ വേണ്ടി നമ്മൾ 4 ലൈറ്റ് റേ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ലൈറ്റ് റേ എടുത്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യാം? അതിന്റെ ഇമേജ് ഫോം ചെയ്യാം. അപ്പൊ ഞാൻ ഒരു കോൺകേവ് മിറർ എടുക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഇത് ഐഡിയ ഉണ്ടാക്കുക. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ലെൻസിനകത്ത് നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും എല്ലാ ഏകദേശം കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും, കോൺവെക്സ് മിററും കോൺകേവ് ലെൻസ് ഏകദേശം ഇമേജ് ഫോർമേഷന്റെ കാര്യത്തിൽ ഐഡന്റിക്കലാണ്. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്നത് നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചാൽ ലെൻസ് കുറെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കേസിൽ ഉണ്ടാവും ഒരു കോൺകേവ് മിറർ എടുത്തു. ഇത് പോളാണ്, ഇത് ഫോക്കസ് ആണ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതിന്റെ കേസിൽ ഞാൻ ഒരു ഓബ്ജക്റ്റിനെ ഇവിടെ വെക്കുകയാണ്. ഈ ഓബ്ജക്റ്റിനെ ഇവിടെ വെച്ചാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇമേജ് എവിടെ ഫോം ചെയ്യും? ഒന്ന്. രണ്ടാമത്തത്, ആ ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ? ഇത് പൊസിഷൻ എവിടെ ഫോം ചെയ്യും? രണ്ടാമത്തത്, റിയൽ ആണോ വെർച്വൽ ആണോ? മൂന്നാമത്തത്, ഇറക്റ്റ് ആണോ? ഇറക്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഇങ്ങോട്ടുള്ളതാണോ അതോ ഇൻവേർട്ടഡ് ആണോ? നാലാമത്തത്, മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ? ഇമേജ് വലുതാണോ ചെറുതാണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോഴത്തേക്കും സാറേ ഓബ്ജക്റ്റിനെ സാർ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഓബ്ജക്റ്റിനെ പല സ്ഥലങ്ങളിൽ വെക്കാം. ഒന്ന് ഇൻഫിനിറ്റിയിൽ വെക്കാം. ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് എവിടെ ഫോം ചെയ്യും? ഓബ്ജക്റ്റിനെ സിയുടെ പുറകിൽ കൊണ്ടുവയ്ക്കാം, ഇമേജ് എവിടെ ഫോം ചെയ്യും? സിയിൽ വെക്കാം, ബിറ്റ്വീൻ സി ആൻഡ് എഫ്,
അറ്റ് എഫ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇത്രയും പൊസിഷൻസിൽ നമുക്ക് ഓബ്ജക്റ്റിനെ വെക്കണം. ഇൻഫിനിറ്റി, ജസ്റ്റ് ബിയോണ്ട് സി, അറ്റ് സി, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഈ സമയത്ത് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക നമുക്ക് പ്രൂവ് ചെയ്യണം. ആ ഇമേജിന്റെ ഫോം ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് വെക്കേണ്ടുന്ന പൊസിഷൻസ് നമ്മൾ ആദ്യമേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതെന്ന് മനസ്സിലാക്കുക. എവിടെ ഫോം ചെയ്യും? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് ഉണ്ട്. ഓബ്ജക്റ്റിനെ ഇവിടെ ഞാൻ ഒരു ഇത് പറയുന്നു, ഓബ്ജക്റ്റിനെ ഇവിടെ വെക്കുകയാണെങ്കിൽ, ബിയോണ്ട് സി വെക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ ഇതിലേ വരും, ഫോക്കസിൽ കൂടെ പോകുന്ന ലൈറ്റ് റേ ഇതിലേ വരും. രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്യും. therefore object is placed beyond C, image is formed in between C and F position. Real image, because light rays real ആയിട്ട് മീറ്റ് ചെയ്തു, therefore real image. ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടോ? ഇൻവേർട്ടഡ് ഇമേജ്. ഡിമിനിഷ്ഡ് ഇമേജ് ഓബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്, therefore diminished image. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് എന്ത് പറയാം? when the object is placed beyond C, image is formed in between C and F. റിയൽ ഇമേജ്, ഇൻവേർട്ടഡ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ്, ഇത്രയും കാര്യങ്ങൾ പറയണം. 4 കാര്യങ്ങൾ. ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, റിയൽ ഇമേജ്, ഇൻവേർട്ടഡ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിന്റെ എല്ലാം ഫിഗറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴും പല ഇതിന്റെ ആൻസർ ചെയ്യണമെങ്കിലും ഇത് എവിടെ ഇമേജ് ഫോം ചെയ്തുള്ളത് കറക്റ്റായിട്ട് അറിയണം. ഞാൻ ഇതിനി വരച്ച സമയം കളയുന്നില്ല, നമുക്ക് അടുത്ത ഓരോന്നിലോട്ട് കയറാം. ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? when the object is at infinity, then the image is formed at focus. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലൈറ്റ് റൈസ് എല്ലാം പാരലായിട്ട് വരും. ആ വരുന്ന ലൈറ്റ് റൈസ് എല്ലാം കൂടെ എവിടെ വന്ന് കൺവേർജ് ചെയ്യും? ഫോക്കസിൽ വന്ന് കൺവേർജ്. therefore in the case of a concave mirror, when the object is placed at infinity, then the image is formed at focus. Real image, ഇൻവേർട്ടഡ് ഇമേജ്, പോയിന്റ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അത് കൂടുതലൊന്നും പറയണ്ട, ഫോക്കസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പൊ when the object and image is formed at focus, real, inverted and diminished. മനസ്സിലായല്ലോ? രണ്ടാമത്തത് ഓബ്ജക്റ്റിനെ എവിടെ കൊണ്ടുവയ്ക്കണം? ബിയോണ്ട് സി, സിയുടെ പുറകിൽ കൊണ്ടുവച്ചാൽ. നമ്മളത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. when the object is placed beyond C, then the image is formed in between C and F. അപ്പൊ നേരത്തെ അങ്ങിരുന്നപ്പോൾ ഇവിടെ ഫോം ചെയ്ത സാധനം ഇച്ചിരി അങ്ങോട്ട് മാറി. അപ്പൊ ഇവിടെ ഇരുന്ന പോയിന്റ് ഇമേജ് ആണ്, അങ്ങോട്ട് പോയപ്പോൾ ഇവൻ വളർന്ന് വലുതായി. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ പോയിന്റ് ഇമേജ് ആയിരുന്നു. ഓബ്ജക്റ്റ് അടുത്തേക്ക് വന്നപ്പോൾ ഇവൻ ദൂരേക്ക് 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 പോയി. അപ്പൊ ഓബ്ജക്റ്റ് അടുത്തേക്ക് വരുമ്പോൾ ഇമേജ് ദൂരേക്ക് പോകും. അത് മനസ്സിലാക്കുക. ഇവിടെ വെച്ചു. അപ്പൊ റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. മനസ്സിലായാലും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് നോക്കുക, നമ്മൾ അടുത്തത് ഓബ്ജക്റ്റ് ഈസ് അറ്റ് സി. ഓബ്ജക്റ്റ് സിയിൽ വന്നപ്പോൾ ഇമേജും ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സാധനം രണ്ടുപേരും കൂടി ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. എവിടെ വെച്ച് മീറ്റ് ചെയ്തു? സിയിൽ വെച്ച് മീറ്റ് ചെയ്തു. ഈ സമയത്ത് when the object is placed at C, image is also formed at C. Real image, inverted image, same size, size രണ്ടുപേരുടെയും സെയിം. അപ്പോൾ ഓബ്ജക്റ്റ് അടുത്തേക്ക് വരുമ്പോൾ ഇമേജ് ദൂരേക്ക് ഇങ്ങനെ പോയി വളർന്ന് 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 സിയിൽ വെച്ച് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരുടെയും സൈസ് ഒന്നായി. ഇനിയും ഇവനകത്തേക്ക് വന്നാൽ ഇമേജ് പുറത്തേക്ക് പോകും, വലുതാവും. മനസ്സിലായല്ലേ? ഓബ്ജക്റ്റ് വീണ്ടും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ പറയാം, എന്ത് പറയാം? ഓബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇമേജ് ഇവിടെ വരും, വലുതാവും. നോക്കൂ, അടുത്ത ഫിഗർ അതാണ്. അടുത്ത ഫിഗർ ഇതാണ്. when the object is placed in between C and F, then the real image is formed beyond C. That image is real, inverted and magnified. Magnified image ആണ്. ഇനി അടുത്ത പൊസിഷൻ എവിടെയാണ്? ഓബ്ജക്റ്റ് എഫിൽ വരും. ഉറപ്പാണ് ഇൻഫിനിറ്റി പോകും. ഇവൻ ഇവിടെ നിന്ന് ഇൻഫിനിറ്റി പോകും. അപ്പോൾ when the object is placed at focus, then the image is formed at infinity. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. ഇതെല്ലാം റിയൽ ഇമേജസ് ആണ്. അപ്പൊ ഇൻഫിനിറ്റി ഇരിക്കുമ്പോൾ ഫോക്കസ്, ബിയോണ്ട് സി ആകുമ്പോൾ ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, റിയൽ ഇമേജ്, ഇൻവേർട്ടഡ് ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ്. അറ്റ് സി രണ്ടുപേരും കൂടെ കണ്ടുമുട്ടി, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സി, റിയൽ ഇമേജ്, ഇൻവേർട്ടഡ് ഇമേജ്, സെയിം സൈസ്. ഇവിടെ വരുമ്പോൾ ഇവൻ വലുതായി. അപ്പോൾ ഓബ്ജക്ട് ഈസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി, then the image is formed beyond C, real image, inverted image and magnified image. ഇനി നെക്സ്റ്റ് ഓബ്ജക്ട് ഈസ് അറ്റ് എഫ്. അത് ഞാൻ പടം വരച്ചില്ല, അത് നമ്മൾ ഇൻഫിനിറ്റി ഇരിക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്.
When the object is at F, image is formed at infinity. Image infinity form ചെയ്യും. ഇനിയുള്ള പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള പൊസിഷൻ എന്താണ്? ഓബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഓബ്ജക്റ്റ് എഫിനും പിക്കും ഇടയിലാണെങ്കിൽ അപ്പോൾ ഇത് സെൻട്രോ കർവേച്ചറും ഇത് ഫോക്കസും. എഫിനും പിക്കും ഇടയിൽ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ എടുത്തു വെച്ചാൽ എന്ത് സംഭവിക്കും നോക്കൂ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിലൂടെ പോകും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്നത് ഫോക്കസിലൂടെ പോകും. ഇവിടെ വന്നിടിക്കുന്ന ലൈറ്റ് റേ അത്രയും തന്നെ ആംഗിളിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത്രയാണെങ്കിൽ അത്രയും തന്നെ ആംഗിൾ അവൻ റിഫ്ലക്ട് ചെയ്ത് പോകും. ഈ രണ്ട് ലൈറ്റ് റേയും ഒരു കാരണവശാലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല, അകന്നകന്നകന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ലൈറ്റ് റേയും ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ഇമേജ് ഫോം ചെയ്തതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ എന്താണ് പറ്റിയത്? When the object is placed in between F and P, an image is formed on the other side. ബാക്കി എല്ലാം സെയിം സൈഡിലായിരുന്നു, എല്ലാം റിയൽ ആയിരുന്നു. ഇവൻ അപ്പുറത്തെ സൈഡിൽ പോകും. ആ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്, മാഗ്നിഫൈഡ് ഇമേജ് ആണ്. അപ്പോൾ ഇമേജ് അപ്പുറത്തെ സൈഡിൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം ഓബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി. വെർച്വൽ ഇമേജ് ഫോം ചെയ്തു, കോൺകേവ് മിറർ വെർച്വൽ ഇമേജ് ഫോം ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം ഓബ്ജക്ട് ഇരിക്കുന്നത് ഫോക്കസിനകത്താണ്. ഇറക്റ്റ് ഇമേജ് ആണ്, അതിന്റെ അർത്ഥവും ഫോക്കസിനകത്ത്. ഇതിന്റെ പടം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉണ്ടോ? മറ്റേത് അത്ര വൃത്തിയില്ല, ഇതാകുമ്പോൾ കറക്റ്റ് നല്ല വൃത്തിയുള്ള പടമായിരിക്കും. അപ്പോൾ when the object is placed within the focus, then the image is formed on the other side. That image is virtual, erect and magnified. വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, മാഗ്നിഫൈഡ് ആണ്. പഠിച്ചു വയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, സാറേ ഇത് കോൺകേവ് മിററിന്റെ കേസ് അല്ലേ? ഞാൻ പറഞ്ഞാതെ കോൺവെക്സ് ആണെങ്കിലും, കോൺവെക്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. കോൺവെക്സിന്റെ അതൊരു ഇമേജ് ആണ്. ഞാൻ ഇത് മാറ്റിയിട്ട് നമ്മുടെ കഴിഞ്ഞ പടത്തിലേക്ക് ഞാൻ വെച്ചു പറയുന്നു. ഒരു കോൺവെക്സ് മിററിന്റെ കേസിൽ എന്താ സംഭവിക്കുക? ഞാൻ എന്താ ഒരു കോൺവെക്സ് മിറർ എടുത്തു. ആ കോൺവെക്സ് മിററിന്റെ കേസിൽ ഓബ്ജക്റ്റിനെ നമുക്ക് എവിടെയൊക്കെ വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയോണ്ട് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്ന് പറയരുത്. കാരണം നമുക്ക് ഓബ്ജക്റ്റിനെ ഒരിക്കലും ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. വെച്ചാൽ ഇമേജ് കിട്ടില്ല, കാരണം മിററിന്റെ ബാക്ക് സൈഡാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നുകിൽ ഓബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വെക്കാം, അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുവയ്ക്കാം. അല്ലാതെ ബിയോണ്ട് സി, അറ്റ് സി, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, വിതിൻ ഫോക്കസ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ലെൻസിന്റെ ബാക്ക് സൈഡാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് നമുക്ക് ഓബ്ജക്റ്റിനെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യവും നമുക്കില്ല. അപ്പൊ നമ്മൾ പറയുന്നു ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരും. അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഡൈവേർജ് ചെയ്തു പോകും. അവരെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അവരെല്ലാവരും ഫോക്കസിൽ വന്ന് മീറ്റ് ചെയ്യും. Therefore, a virtual image is formed at focus. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് ഫോക്കസിൽ ഫോം ചെയ്യും. കഴിഞ്ഞു. അടുത്തത് എന്താണെന്ന് നോക്കണം. അടുത്തത് എന്താണ് പറയുക? ഓബ്ജക്റ്റ് ഇൻഫിനിറ്റി അല്ലാതെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലോ, ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നാൽ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എനി പൊസിഷൻ അതർ ദാൻ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നാൽ എന്ത് പറ്റും? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ പോകും. പോളിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേ ഇങ്ങനെ പോകും. ഈ രണ്ട് ലൈറ്റ് റേയും കൂടെ മീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും മീറ്റ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവരെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവരെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈറ്റ് റേയും കൂടി ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ആ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? വെർച്വൽ ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. കോൺകേവ് മിററിന് മാഗ്നിഫൈഡ് ഇമേജ് ആയിരുന്നു. ഇത് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, വെർച്വൽ ഇമേജ് ആണ്, ഫോക്കസിനകത്താണ്. അപ്പൊ ഇവിടെ എവിടെ ഓബ്ജക്റ്റ് ഇരുന്നാലും ഇമേജ് ഫോക്കസിനകത്ത്. അപ്പം കോൺവെക്സ് മിറർ മാക്സിമം എത്ര ഡിസ്റ്റൻസ് വരെ ഇമേജ് തരും? ഫോക്കസോ അല്ലെങ്കിൽ അതിനകത്തോ. ഒരിക്കലും ഇതിന്റെ അപ്പുറത്ത് ഇമേജ് കിട്ടില്ല.
അപ്പൊ കോൺവെക്സ് മിറർ റേസിൽ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം? when the object is placed at infinity then the image is formed at focus. Object is placed at any position other than infinity then the image is formed within the focus and that image is always virtual, always erect, always diminished. ഒരിക്കലും മാഗ്നിഫൈഡ് ഇമേജ് കിട്ടത്തില്ല, റിയൽ ഇമേജ് തരില്ല. അപ്പൊ കോൺവെക്സ് മിറർ ഏത് ഇമേജ് മാത്രമേ തരത്തുള്ളൂ? വെർച്വൽ ഇമേജ് മാത്രമേ തരൂ. അതാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ വരച്ച കാര്യം തന്നെയാണ്. when the object is placed at any position other than infinity, infinity അല്ലാതെ എവിടെ വെച്ച് കഴിഞ്ഞാലും image is always formed within the focus. that image is always virtual, always erect, always diminished. ഇതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് മിററിനെ, ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് കോൺവെക്സ് മിററിനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഉപയോഗിക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതാണ് റീസൺ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് കഴിഞ്ഞു? ഇപ്പോൾ നമ്മുടെ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കും നമുക്കിനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണ് മാഗ്നിഫിക്കേഷൻ, എന്താണ്, അത് കഴിഞ്ഞ് മാഗ്നിഫിക്കേഷൻ എത്ര ടൈപ്പ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് എന്താണ്, പവർ എന്താണ്, പിന്നെ മിറർ ഇക്വേഷൻ 1/u + 1/v = 1/f അതുകൂടെ പഠിക്കണം. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ഈ ടോപ്പിക് അങ്ങ് തീരും, റിഫ്ലക്ഷൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ഇനി അതുകൂടെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറോടെ വരും. അപ്പോൾ ഒരു മണിക്കൂർ വീഡിയോ ആയി പോകും. അത്ര ലെങ്തി വീഡിയോ ആയിട്ട് ഞാൻ ഇത് ഇറക്കുന്നില്ല, എല്ലാം ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇറക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനും നമുക്കൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നു. തൊട്ടടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഇതിൻ്റെ അടുത്ത വീഡിയോ വരും. അതിനകത്ത് നമ്മുടെ ഇതിൻ്റെ ബാലൻസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലെൻസ് വളരെ എളുപ്പമാണ്. ഓർത്തോണേ, ഇതിനകത്ത് ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന മാഗ്നിഫിക്കേഷൻ, പിന്നെ ആ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ലെൻസിനും എല്ലാം ബാധകമാണ്. ഓക്കെ, ബൈ.